പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ബുധനാഴ്ച ദിവസത്തിൻ്റെ സായാഹ്നത്തിൽ നമ്മളുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് നമുക്കേവർക്കും നമ്മളുടെ ശ്രദ്ധയെ തിരിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് നമുക്കവിടുത്തെ ആരാധിക്കാം. ഈശോ സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ മലകളിലും യഹൂദന്മാർ ദേവാലയത്തിലും അവിടുത്തെ ആരാധിക്കുന്നു. എന്നാൽ ഒരു ദിവസം വരും, അന്ന് അവർ ആത്മാവിലും സത്യത്തിലും നിറഞ്ഞ് അവിടുത്തെ ആരാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ദിവ്യകാരുണ്യനാഥനായ ഈശോ, ശക്തനായ ദൈവം ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യ അപ്പമായി നമുക്ക് മുന്നിൽ എഴുന്നള്ളിയിരിക്കുന്നു. വിദൂരങ്ങളിലാണെങ്കിലും നമ്മളവിടുത്തെ ഓൺലൈൻ മീഡിയയിലൂടെ കാണുമ്പോൾ നമുക്ക് ആത്മീയമായി അവിടുത്തെ കാണാം, അവിടുത്തെ ആരാധിക്കാം. അവിടുത്തെ സാന്നിധ്യം നമ്മളുടെ ആത്മാവിൽ നമുക്ക് അനുഭവിക്കാം. നമ്മളുടെ ജീവിതങ്ങളെ മുഴുവനായി നമുക്ക് സമർപ്പിക്കാം. ഈ സമയം തൊട്ട് മുൻപിലുള്ള സമയത്ത് നമ്മൾ എന്താണ് ചിന്തിച്ചത്, എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തത്, അതെന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, ദൈവീകമായതോ ദൈവീകമല്ലാത്തതോ ആയിക്കൊള്ളട്ടെ, എന്തു തന്നെയായാലും അതെല്ലാം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവ സാന്നിധ്യ അവബോധത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്കൊരിക്കൽ കൂടെ പറയാം, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായനയിൽ, ഒന്നാമത്തെ വായനയിൽ, നാളെ വ്യാഴാഴ്ച പ്രഭാത ബലിയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന വായനയിൽ നമ്മൾ അപ്പസ്തോലന്മാരുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദാവീദിൻ്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും, അതിൻ്റെ നാശനഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ പുതുക്കിപ്പണിയും, അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും. ദാവീദിൻ്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ദാവീദ്. ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് പുതിയൊരു ജനതയെ സൃഷ്ടിക്കുമെന്ന് ദൈവം വചനത്തിൽ വാഗ്ദാനം ചെയ്തതാണ്. എന്നിട്ടും ദാവീദ് വീണുപോയി, ദാവീദിൻ്റെ സന്തതി പരമ്പരയും വീണുപോയി, ദാവീദിൻ്റെ കൂടാരം തന്നെ വീണുപോയി. പക്ഷേ ദൈവം പറയുന്നു, ദാവീദിൻ്റെ കൂടാരം, വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പുതുക്കി പണിയും. അതിൻ്റെ നാശനഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ വീണ്ടും പണിയുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. അതിനെ വീണ്ടും ഞാൻ ഉയർത്തി നിർത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇന്ന് നമ്മളുടെ പേഴ്സണലായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. നീ തകർന്നവനാണെങ്കിലും സാരമില്ല, നിന്നെ ഞാൻ പുതുതായി പണിയും, നിന്നെ ഞാൻ പുതുതായി ഉയർത്തും. നിൻ്റെ വീണ് കിടക്കുന്നത് ഏതിടത്താണെങ്കിലും, എങ്ങനെയുള്ളൊരു വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും അവിടെ നിന്ന് നിന്നെ ഞാൻ ഉയർത്തുമെന്ന് ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മളോട് പറയുകയാണ്. ശക്തനായ ദൈവത്തിലേക്ക് നമ്മളുടെ സകല ശരണവും വെച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടെ പറയാം, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. നമ്മളുടെ പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നപ്പോൾ നമ്മളുടെ കണ്ണുകളിൽ പ്രകാശമുണ്ടായിരുന്നു, ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ ഉണർന്നപ്പോൾ നമ്മളുടെ ശ്വാസകോശത്തിൽ ശ്വാസവും ജീവനും ഉണ്ടായിരുന്നു, ദൈവത്തിന് നന്ദി പറയാം. നമ്മളുടെ കാതുകളിൽ സ്വരമുണ്ടായിരുന്നു, ദൈവത്തിന് നന്ദി പറയാം. നമ്മളുടെ അധരങ്ങളിൽ സ്വാദും നമ്മളുടെ ശ്വാസനാളത്തിൽ, നമ്മളുടെ ശബ്ദ നാളത്തിൽ
സ്വരവും ഉണ്ടായിരുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. നമ്മളുടെ ഓരോ അവയവത്തിലും ജീവൻ നിറയ്ക്കുന്ന ശക്തനായ ദൈവത്തിന്, പുതുതായി നമ്മളെ പണിതുകൊണ്ടിരിക്കുന്ന, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്യുന്ന, പുതിയ ജീവൻ കൊണ്ട് നമ്മളെ നിലനിർത്തുന്ന ശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു നിമിഷം കരങ്ങളുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം മുതൽ ഈ നിമിഷം വരെ അങ്ങ് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു ഈശോയെ. ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് നന്ദി പറയുന്നു ഈശോയെ. അങ്ങ് ഈ ദിനത്തിൽ ഞങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും നിക്ഷേപിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു ഈശോയെ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് നൽകിയിട്ടുള്ള നന്മകൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതാവസ്ഥകളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ജോലി മേഖലകളിലേക്ക്, സാമ്പത്തിക മേഖലകളിലേക്ക് എല്ലാം അങ്ങ് കൃപ ചൊരിഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാത്തിനും നന്ദി പറയുന്നു. അങ്ങ് പുതുതായി ഓരോന്നിനെയും അങ്ങ് നയിച്ചിട്ടുണ്ടല്ലോ. അതിനെല്ലാത്തിനും ഞങ്ങളിതാ അങ്ങ് ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിലെ ഞങ്ങളുടെ ഈ പ്രഭാതം മുതൽ ഈ പ്രദോഷം വരെ, ഈ സായാഹ്നം വരെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ചുയർത്തിയതിന്, ഞങ്ങൾ വീണുപോയിടത്തു നിന്നെല്ലാം അങ്ങ് ഞങ്ങളെ ഉയർത്തിയതിന്, ഞങ്ങളുടെ കൂടാരങ്ങൾ പുതുക്കി പണിയുവാൻ ഞങ്ങൾക്ക് ബലം നൽകിയതിന്, ഓ ശക്തനായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദിവ്യകാരുണ്യനാഥനെ മനസ്സിൽ കണ്ടുകൊണ്ട്, ദിവ്യകാരുണ്യനാഥൻ്റെ ആ സാന്നിധ്യം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 3 നിയോഗങ്ങൾ ഈ സായാഹ്നത്തിൽ നമുക്ക് വയ്ക്കാം. ഒന്ന്, നമുക്ക് വേണ്ടി തന്നെ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി ഒരു നിയോഗം വയ്ക്കാം. പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ പ്രാർത്ഥനയിലേക്ക് വളരുവാൻ, ജപമാലയും എല്ലാം പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകാൻ വേണ്ടി ഒരു നിയോഗം വയ്ക്കുക. നന്നായിട്ട് പ്രാർത്ഥനയിൽ വളരാൻ അങ്ങനെയുള്ളൊരു ആത്മീയമായൊരു നിയോഗം നമുക്ക് വയ്ക്കാം. രണ്ടാമത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയോ അല്ലെങ്കിൽ കുടുംബത്തിന് മുഴുവനും വേണ്ടിയോ ആയിട്ട് നമുക്ക് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. നമ്മളുടെ കുടുംബത്തിൽ ആർക്കും ജോലി മേഖലകളിൽ തടസ്സമുണ്ടെങ്കിൽ, ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അസ്വസ്ഥതകൾ, രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ 3ാമത്തെ നിയോഗമായി തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. 3ാമത്തെ നിയോഗം ഒന്നുകിൽ തിരുസഭയ്ക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഇടവക പള്ളിക്കോ ഇടവക ദേവാലയത്തിനോ അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നൽകുന്ന ഏതെങ്കിലും വൈദികർക്കോ സന്യസ്തർക്കോ വേണ്ടി, തിരുസഭയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകമായി മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലിയോ 14 മാർപ്പാപ്പയെ നമുക്ക് പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായും ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളുടെ എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യത്തിലേക്ക് കൊടുക്കാം. അല്പസമയം മൗനമാകാം. ശാന്തമാവുക, ഞാൻ നിൻ്റെ ദൈവമാണെന്നറിയുക. സങ്കീർത്തനം 46:10 വചനത്തിൻ്റെ അഭിഷേകം ഇത് കേൾക്കുന്ന എല്ലാവരിലേക്കും അയച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ ശാന്തത, ഹൃദയത്തിൽ എളിമ നിറയുവാൻ, വചനങ്ങൾ കേൾക്കുവാൻ, വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ അതനുസരിക്കാനുള്ള ദാഹം കൊണ്ട് നിറയുവാൻ വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയുടെ ആശീർവാദം ഇപ്പോൾ ഇവിടെ സ്വീകരിക്കാം. നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ വീണ്ടും കാണുന്നതുവരെ
എല്ലാവർക്കും ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ സാന്നിധ്യവും സഹായവും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.